ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പാക്കറ്റിലെ അപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കാവുന്നത്. 1 മണിക്കൂറിനുള്ളിൽ അപ്പം റെഡിയാക്കി എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1/2 കിലോ പൊടിക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 800 തൊട്ട് 900 വരെ മില്ലി വെള്ളം. എന്ന് വെച്ചാൽ 3-4 ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ കയ്യിലുള്ള ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് പൊടിയും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടായി, ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നന്നായിട്ട് മിക്സിയിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇത് പകർന്നു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പുളിച്ച് പൊന്തി വരും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട സ്റ്റൂ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. തലേന്ന് വാങ്ങിച്ച വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത് ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. ഇത് വേവാനായിട്ടൊരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വഴറ്റിയെടുത്തത്. ഇനി അതിലേക്ക് ഒരല്പം പെരിഞ്ജീരക പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മറ്റേ കറിയും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ലാസ്റ്റിൽ കുരുമുളകും കൂടെ വിതറി കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ തട്ടിക്കൂട്ട് മുട്ടക്കറി റെഡിയായി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിതെടുത്തത്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ. വേറെ എന്ത് വേണമല്ലേ ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രേക്ക്ഫാസ്റ്റ് റിച്ച് ആയാൽ അന്നത്തെ ദിവസം പവർഫുൾ ആയിരിക്കും. ഏത് ഫുഡായാലും എൻജോയ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും മനസ്സും ഒക്കെ നിറയും. ബൈ.